എന്റെ 4ാം ക്ലാസ്സിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്വപ്നമാണ് ഒരു ബുക്ക് എഴുതാന്നുള്ളത്. ഒരിക്കലും ഒരു പേഴ്സണിൽ മാത്രം നിങ്ങളുടെ ലൈഫ് കാണരുത്, അല്ലെങ്കിൽ അയാൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ളൊരു കാര്യം ഉണ്ടാവരുത്. അപ്പൊ വലിയ വിജയങ്ങൾ ഉണ്ടാവുമ്പോൾ പറയാൻ വേണ്ടിയിട്ട് വലിയ പരാജയങ്ങളുടെ കഥകൾ ഉണ്ടാവണം. ഒരിക്കലും കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ഒരാളല്ല ഞാൻ. പാർവതി തിരുവോത്തിനടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണ്ടായി, പ്രണയം ഒക്കെ ബ്രേക്കപ്പ് ആയി എന്തായാലും വിഷമം ഉണ്ടാവും, ഇയാൾ നിങ്ങൾക്ക് റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് അല്ല എന്ന് പറഞ്ഞ് ഇറങ്ങി വരാം. നമസ്കാരം. ഈ അടുത്ത കാലത്തായി വായനക്കാരെ ഒരുപാട് സ്വാധീനിച്ച ഒരു പുസ്തകമാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകം. ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് ട്രെൻഡിങ് ആയി. ആ പുസ്തകത്തിനകത്തെ കണ്ടന്റിന്റെ പ്രാധാന്യം കൊണ്ട് തന്നെ എല്ലാ ആളുകളും ഒരേപോലെ ഏറ്റെടുത്ത പുസ്തകം. അത്രയേറെ ആളുകൾ സ്റ്റാറ്റസ് ആക്കി വെക്കുന്ന, ഹൃദയത്തോട് ചേർത്ത പുസ്തകം. കൂടുതലൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ അത് ബോറായിരിക്കുമെന്ന് തോന്നുന്നു. ഈ പുസ്തകം എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ വായനക്കാർക്കും, അല്ലെങ്കിൽ എല്ലാ വായനക്കാരും ഹൃദയത്തോട് ചേർക്കുന്ന ആ എഴുത്തുകാരി നിമ്ന വിജയ്. നിമ്നയാണ് എൻ്റെ കൂടെ ഉള്ളത്. സ്വാഗതം നിമ്ന. എങ്ങനെയാണ് ഈ ഒരു പുസ്തകത്തെ ഇത്ര മനോഹരമായിട്ട് എഴുതാൻ സാധിച്ചതെന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. എനിക്ക് തോന്നുന്നു ബുക്ക് കുറച്ചുകൂടി റിലേറ്റബിൾ ആണ്. നമുക്ക് റിലേറ്റ് ആവുന്ന എന്ത് കാര്യവും നമുക്ക് കുറച്ചുകൂടി കണക്ട് ആവും, ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. ഇപ്പം സിനിമകളാണെങ്കിൽ പോലും നമ്മൾ ഫാന്റസി മൂവീസ് കാണുന്ന പോലെയല്ല, നമുക്ക് കുറച്ചുകൂടി റിലേറ്റബിൾ ആയ നമ്മുടെ ചുറ്റും ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ആവുമ്പോൾ നമുക്ക് അതിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു റിലേറ്റബിലിറ്റി ആണ് ഇതിനെ മനോഹരമാക്കുന്നത് എന്നാണ് തോന്നിയിട്ടുള്ളത്. അതായത് എല്ലാ ആളുകൾക്കും ഒരുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അവരിൽ ഈ പുസ്തകം വായിക്കുന്ന ആളുകളൊക്കെ തന്നെ അവരെ തന്നെ അതിൽ കാണുന്നു എന്നുള്ളതാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ പല ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ ആ പല ക്യാരക്ടേഴ്സ് ആയാലും അവരെ തന്നെ കാണാൻ പറ്റുന്നു എന്നുള്ളതായിരിക്കാം കൂടുതലായിട്ടും അവരെ ഇതിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ ഇത്രയധികം ഇത് ഒരു ഫേവറേറ്റ് ആയി മാറാനുള്ള കാരണം എന്നാണ് എന്ന് പറയുന്നത്. അതെ അതെ, ഓഫ് കോഴ്സ് അതാണ്. കാരണം ഞാൻ ഈ ബുക്ക് എഴുതുന്ന സമയത്ത് ഒരു എഴുത്തുകാരിയാവാ ബുക്ക് എഴുതാന്നതിനേക്കാളൊക്കെ ഏറെ എനിക്ക് കുറെ കാര്യങ്ങൾ സൊസൈറ്റി അടുത്ത് പറയാനുണ്ടായിരുന്നു. അപ്പൊ അതിന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മീഡിയം ആയിട്ട് മാത്രമാണ് ഞാൻ എഴുത്തിനെ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു കഥ പറയുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരുപാട് ഭാവനയൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പൊ എന്റെ ചുറ്റുമുള്ള ആളുകളെ തന്നെ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കിടയിൽ നിന്ന് കഥകൾ കണ്ടെത്തുക എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യം കറക്റ്റ് ടൈമിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് കറക്റ്റ് ഒരു ടാർഗറ്റ് ഓഡിയൻസിലോട്ട് അത് ഇൻപുട്ട് ചെയ്തു എന്നുള്ളതിലാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ബുക്ക് ഇത്രയും സ്വീകാര്യത നേടിയത്. തീർച്ചയായും. അപ്പം ഈ പുസ്തകത്തിന്റെ കാര്യങ്ങളെ പറ്റി, അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റുകളെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് നിമ്നയിലെ എഴുത്തുകാരി ഉദയം ചെയ്തത്? എനിക്ക് തോന്നുന്നു ഗതികേടുകൊണ്ട് എഴുത്തുകാരിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. എഴുത്തൊരിക്കലും ഞാൻ അങ്ങനെ എഴുത്തുകാരി ആവുന്ന ഒരു പാഷൻ കൊണ്ടൊന്നും ചൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു ബുക്ക് എഴുതണം എന്നുള്ളത് ഞാൻ എന്റെ നനയുക എന്നുള്ള ബുക്കിൽ എഴുതിയിട്ടുണ്ട്. എന്റെ 4ാം ക്ലാസ്സിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്വപ്നമാണ് ഒരു ബുക്ക് എഴുതാന്നുള്ളത്. ചെറുപ്പത്തിൽ നമ്മൾ കാണുന്ന ആഗ്രഹങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു രീതിയിൽ ആ ബുക്ക്, ആ ഒരു സ്വപ്നം അതുപോലെ ഉണ്ടായിരുന്നു. അതൊരു സമയത്ത് എന്റെ ജോലി പോയ സമയത്ത് ഞാൻ ആ ഒരു 2 months എന്തായാലും എനിക്കൊരു ഗ്യാപ്പ് വന്നു. ഇപ്പൊ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്, ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ഫസ്റ്റ് ബുക്ക് എഴുതുന്നത്. സെക്കൻഡ് ബുക്ക് എഴുതണം അങ്ങനെ ഒരു റഷ് ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. ഓക്കെ, ജസ്റ്റ് അതിങ്ങനെ പോവാന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. എഴുതണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനൊരു സ്വീകരിക്കപ്പെടും, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനൊരു ഇന്റർവ്യൂവിൽ വന്നിട്ട് എഴുത്തുകാരി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അഭിസംബോധന അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ബുക്കും ഞാൻ എഴുതുന്നത് എൻ്റെ ജോലി പോയപ്പോഴാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയും, എന്നെ ഒരു എഴുത്തുകാരി ആക്കിയതിൽ നരേന്ദ്രമോദിക്ക് വലിയ പങ്കുണ്ട്. ഞാൻ ഏത് കമ്പനിയിൽ പോലും ജോയിൻ ചെയ്താലും ആളാ കമ്പനി ബാൻ ചെയ്യും. അപ്പൊ അങ്ങനെ എന്റെ 2 കമ്പനിയും ബാൻ ചെയ്യപ്പെട്ടപ്പം കിട്ടിയ ഗ്യാപ്പിൽ എനിക്കിങ്ങനെ, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളൊരു എനർജി ഉണ്ടാവും. ഇവൻ തൊട്ട് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഒരു എനർജി ഉണ്ട്. ആ എനർജി, അപ്പൊ ആ എനർജിനെ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നാണ് ഞാൻ എപ്പോഴും നോക്കാറ്. ഒരു തവണ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി, വേറൊരു തവണ ഞാൻ ശരി ഓക്കെ ബുക്ക് എഴുതാന്ന് പറഞ്ഞ ബുക്ക് എഴുതി. അപ്പൊ ആ ഒരു എനർജി കൺവേർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള 2 ബുക്കുകളാണ് ഇത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനാണ് എന്നെ എഴുത്തുകാരി ആക്കിയത്. അപ്പൊ അതൊരിക്കലും ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള, എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ ഒരിക്കലും ഞാൻ ഇതെന്റെ ഒരു കരിയർ ആയിട്ട് മാറുന്നോ, അല്ലെങ്കിൽ ഈ ഒരു ഞാനിങ്ങനെ വിചാരിക്കരുത് മേ ബി ഒരു ആഫ്റ്റർ 35 ഒരു 40 നമ്മൾ ചിലപ്പം നമ്മൾ എഴുതിയ ബുക്ക് കൊണ്ട് നമ്മൾ ആളുകൾ തിരിച്ചറിയുന്ന ഒരു സമയം ചിലപ്പോൾ വരുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇത്രയും സൂണായിട്ട് ഇത് സംഭവിക്കുന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം എഴുത്ത് എന്നിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ ഒരിക്കലും ചൂസ് ചെയ്ത് പിക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു കാര്യമല്ല എഴുത്ത്. അതായത് ഞാൻ എഴുത്തുകാരി ആവണം അല്ലെങ്കിൽ എഴുത്തുകാരി ആയേ പറ്റൂ എന്നുള്ള തീരുമാനത്തിലൊന്നും എടുത്തിട്ട് വന്നതല്ല, തീരുമാനം എടുത്ത് വന്നതല്ല. അല്ല ഒരിക്കലും. നിമ്ന ഇപ്പൊ പറഞ്ഞു എനിക്ക് വേറൊരു കാര്യമാണ്, അതായത് നമ്മൾക്കൊരു വലിയ
പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയിൽ തളർന്നു പോകുന്ന ആൾക്കാരാണ് പലപ്പോഴും ഉള്ളത്. അതിൽ നിമ്ന പറഞ്ഞ പ്രധാന പോയിന്റ്, നമുക്ക് പല പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്ക് ഒരു ഉള്ളിലൊരു എനർജി ഉണ്ട്. ആ എന്ത് ബുദ്ധിമുട്ട് വരുമ്പോൾ ആ എനർജിയെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ ജീവിതങ്ങളിൽ പ്രതിസന്ധി വന്നതുകൊണ്ടാണ് പല ആളുകളും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്. അല്ലെങ്കിൽ പല കലാകാരന്മാരും പല ബിസിനസ്സുകാരന്മാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഇവിടെ ഉണ്ടായത് ഇത്തരം പ്രതിസന്ധികളിലൂടെയാണ്. അപ്പം പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റണം, അതല്ലേ? അതിലെന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതെ, അങ്ങനെ വെച്ചാൽ ഇപ്പൊ ഞാൻ ഒരിക്കലും പറയുന്നില്ല ലൈക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലൊരു ഫെയിലിയർ ഉണ്ടായ നെക്സ്റ്റ് ദിവസം തന്നെ നിങ്ങൾ സടകുടിഞ്ഞ് എണീറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് പോസിബിൾ ഒന്നല്ല. നമ്മളെല്ലാം ഹ്യൂമൻസ് ആണ്, നമുക്ക് വിഷമം ഉണ്ടാവും, നമുക്ക് അതായിട്ട് കോപ്പപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഇപ്പൊ എന്റെ ജോലി പോയപ്പോഴാണെങ്കിൽ ഫസ്റ്റ് ഒരു വീക്ക് ഞാൻ ഫുൾ കരച്ചിലായിരുന്നു, ഇനി എന്ത് ചെയ്യും എന്ന് അറിയില്ല. അത് കഴിഞ്ഞൊരു പോയിന്റ് വരുമ്പോൾ നമ്മുടെ ഹാൻഡിൽ അല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കും. ഇപ്പൊ ഞാൻ എന്റെ ലൈഫിൽ എന്തെങ്കിലും വിഷമങ്ങൾ സംഭവിക്കുമ്പോൾ ഇത് ഞാൻ കാരണമാണ് ഇത് ഉണ്ടായത്, അല്ലെങ്കിൽ ഇറ്റ് വാസ് മൈ ഫോൾട്ട് എന്നുള്ള ഒരു കാര്യം ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അത് ഒരിക്കലും എന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നില്ല. ഞാൻ എല്ലാ സ്ഥലത്തും എന്റെ 100% കൊടുത്തിട്ടുണ്ട്. ചില കാര്യങ്ങളൊന്നും നമ്മുടെ കൺട്രോളിലല്ല, എന്താവും എന്നുള്ള ഫ്യൂച്ചറും കാര്യം നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ സെൽഫ് ബ്ലെയിം ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് ചിന്തിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു കാര്യം. അപ്പൊ 2 തവണ എന്റെ ആക്ച്വലി 3 തവണ പോയിട്ടുണ്ട്. അപ്പൊ 2 തവണ പോയപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ വർക്ക് ചെയ്ത സമയത്ത് അവിടുത്തെ ബെസ്റ്റ് എംപ്ലോയി ആയിരുന്നു ഞാൻ. അപ്പൊ എല്ലാ രീതിയിലും എന്റെ 100% ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്റെ ഹാൻഡിലല്ല. അപ്പം ആ സമയത്ത് വെറുതെ നമുക്ക് വന്നൊരു സിറ്റുവേഷനെ നമ്മൾ ബ്ലെയിം ചെയ്ത് നമ്മൾ വെറുതെ ഇരിക്കുന്നതിന് പകരം എന്ത് ചെയ്യാം എന്നുള്ളൊരു തോട്ടാണ്. ഞാൻ ടെല്ലിങ് യു ദാറ്റ് ഇത് എല്ലാവർക്കും പറ്റില്ല. ഇതൊരു ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല. ഇപ്പൊ ഞാനും പെട്ടെന്ന് എടുത്തിട്ടുള്ള ഒരു കാര്യം, ഞാനൊരു 1 വീക്കോ 2 വീക്കോ ഒക്കെ സമയം എടുത്ത് കുറെ കരഞ്ഞ് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് നമ്മൾ റിക്കവർ ആയിട്ട് എടുക്കുന്നത്. അപ്പം ഇറ്റ്സ് ഓക്കെ ദാറ്റ് നിങ്ങൾ നിങ്ങളുടെ ടൈം എടുക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്ന കാര്യം, ഇപ്പൊ നിങ്ങൾ ആ സ്പേസിൽ ഇപ്പൊ ഓക്കെ നിങ്ങൾക്കൊരു വീഴ്ച വന്നു, ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നതിനേക്കാളും ഇറ്റ്സ് ബെറ്റർ ദാറ്റ് നിങ്ങൾ അത് എഴുന്നേറ്റ് മുന്നോട്ട് നടക്കുക എന്നുള്ളത്. കാരണം ലൈഫിൽ അത് ചെയ്തു തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് വന്നു നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഒരാൾ ഉണ്ടാവണം എന്നില്ല. അപ്പൊ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ ആ ബാക്കപ്പ് ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഇത് ചെയ്യാന്നുള്ളതുണ്ട്. ഇപ്പം എന്തോ ഒരു പറയല്ലോ, ഇൻസൾട്ട് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത്. അത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻസൾട്ട് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും, ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ജയിക്കുന്ന സമയത്ത്, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഇത് പറയാണ്, ഇപ്പൊ നിമ്ന എന്നുള്ള ഒരാളുടെ ജേർണി പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ ബുക്ക് എഴുതിയതിന് ഒറ്റ ജേർണി കൊണ്ടാണ് ആൾക്കാർക്ക് ഇപ്പം ആസ് എ റൈറ്റർ എന്നെ ഇത്ര ആക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം എന്റെ ജേർണി എത്ര സ്ട്രഗിൾ ആയിരുന്നു എന്ന് അവർക്കറിയാം. അപ്പൊ വലിയ വിജയങ്ങൾ ഉണ്ടാവുമ്പോൾ പറയാൻ വേണ്ടിയിട്ട് വലിയ പരാജയങ്ങളുടെ കഥകൾ ഉണ്ടാവണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. അപ്പൊ എനിക്ക് എന്ത് വിഷമം വന്നാലും ഞാൻ വിചാരിക്കും ഓക്കെ എന്തെങ്കിലും രീതിയിൽ നമ്മളത് സക്സസ് ആയിട്ട് മാറും, ആ സമയത്ത് നമുക്ക് ഈ സ്റ്റോറി ഒക്കെ പറയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കുന്നതാണ് എന്റെ എല്ലാ തോൽവികളും. തീർച്ചയായും. അപ്പൊ അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ എങ്ങനെയായിരുന്നു ഒരു ചെറുപ്പകാലത്തെ കാര്യങ്ങൾ, അതായത് ഒരു ചെറുപ്പത്തിൽ നിന്ന് ഈ യൂത്തിലേക്കൊക്കെ എത്തുന്ന ആ സമയം ഉണ്ടല്ലോ, സ്കൂൾ കാലഘട്ടം, അതൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ വീട്ടിൽ അങ്ങനെ ആരും വായിക്കുകയോ എഴുതുകയോ അങ്ങനത്തെ ഒരു ടച്ചും ഇല്ലാത്ത ആളുകളാണ്. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഇപ്പോഴും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അത് തന്നെയാണ്. ഇത് നമ്മളെല്ലാവരും പറയും ലൈക്ക് സ്വപ്നങ്ങൾക്ക് പിറകെ പോകണം എന്ന്. അത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് 6 വർഷം എടുത്തു. ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജൊക്കെ കഴിഞ്ഞിറങ്ങി 6 വർഷം എടുത്തു ഇപ്പൊ നിമ്ന വിജയ് എന്നുള്ള ഒരു പേര് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്. ഈ 6 വർഷം ഞാനിവിടെ ജീവിച്ചിരുന്നു. അപ്പൊ 6 വർഷം ഞാൻ എന്ത് ചെയ്യായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യായിരുന്നു. ദാറ്റ് എനിക്കിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ചായ കുടിക്കണം എന്ന് തോന്നിയാൽ 100 രൂപ എൻ്റെ കയ്യിൽ വേണം. ഇപ്പൊ നമ്മൾ പറയും മണി എല്ലാം അല്ല, പക്ഷെ പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ചെറുപ്പം മുതലേ എൻ്റെ ആകെയുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഡ്രീം ഉണ്ട് അത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതിനേക്കാളേറെ ഒരു ജോലി മേടിക്കുക, വീട് വെക്കുക, നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി മേടിക്കുക, നമ്മുടെ ബേസിക് കാര്യങ്ങൾക്കുള്ള പൈസ കണ്ടെത്തുക എന്നുള്ള ഒറ്റ കാര്യം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എൻ്റെ ഒരു ലക്ഷ്യം, എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അത് വെച്ചിട്ടാണ് മോൾഡ് ചെയ്ത് പോയത്. പിന്നെ ജേർണലിസം ഞാൻ പഠിച്ചത് ജേർണലിസം ആണ്. ജേർണലിസം എടുക്കാനുള്ള റിസ്ക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു ആ സമയത്ത്. അപ്പൊ വീട്ടിലൊന്നും ഒട്ടും ഫേവറബിൾ ആയിരുന്നില്ല. അത് ഞാൻ എൻ്റെ ഒരു റിസ്കിൽ എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് ജേർണലിസം പഠിക്കാൻ പോയത്. അപ്പൊ ആ സമയത്ത് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് റോങ് ആയിട്ടുള്ള ഡിസിഷൻ ആണ്,
കാരണം ഇപ്പൊ നഴ്സിംഗോ എഞ്ചിനീയറിംഗിനോ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു IT-യിലെങ്കിലും ഒരു ജോലി കിട്ടും. അപ്പൊ എനിക്കറിയാം കേരളത്തിൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് ഒരു കരിയർ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി അല്ല. ഇപ്പോഴും നമ്മളൊരു പ്രമുഖ ചാനൽ നോക്കുമ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള ഫേസ് അല്ലാത്ത എന്തോരം ന്യൂ ഫെമിലിയർ ഫേസ് നമ്മൾ കാണുന്നുണ്ട്. പുതിയ ആളുകൾ, അതിന്റെ ഉള്ളിൽ വലിയ പൊളിറ്റിക്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പം അതിലോട്ട് കടക്കുന്നവരെ എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ കടന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഡാർക്ക് സൈഡ് ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു. ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ കാണുന്ന ഒരു കളർഫുൾ ആയിട്ടുള്ള ലൈഫ് ഒന്നും അല്ല മീഡിയയുടെ ഉള്ളിൽ. അതിന്റെ ഉള്ളിൽ പൊളിറ്റിക്സ് ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ നമ്മുടെ ഒരു ഫേസ് വിസിബിൾ ആക്കണമെങ്കിൽ, നമ്മുടെ ഒരു ഐഡന്റിറ്റി കൊണ്ടുവരണമെങ്കിൽ ഒരു 6-7 years നമ്മൾ വർക്ക് ചെയ്യണം. അതും നമുക്ക് കിട്ടുന്ന സാലറി വളരെ കുറവായിരിക്കും. എന്റെ അറിവിൽ വെച്ചിട്ട് കേരളത്തിലെ മീഡിയ സ്ഥാപനങ്ങളിൽ സാലറി കുറവായിരിക്കും. അപ്പൊ ഞാൻ ജേർണലിസ്റ്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വർക്ക് ചെയ്തത് ബിസിനസ് ജേർണലിസ്റ്റ് ആയിട്ടാണ് 6 months. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇപ്പൊ 2 തരത്തിലുള്ള ആളുകളാണ്. എന്റെ കൂടെ പഠിച്ചിറങ്ങിയ വേറെ കുറെ ആളുകളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഫാമിലിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ഡ്രീം ഫോളോ ചെയ്യാം, അവർക്ക് കിട്ടുന്ന അവരുടെ ചെലവിനുള്ള ഏർണിങ്സ് കണ്ടെത്തുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പൊ അവരെല്ലാവരും ഇപ്പൊ കേരളത്തിലെ വലിയ വലിയ മീഡിയ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്റെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു, എന്റെ എഡ്യൂക്കേഷൻ ലോൺ കംപ്ലീറ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജേർണലിസം എന്നുള്ള ഒരു ഫീൽഡ് കംപ്ലീറ്റ്ലി വിട്ടിട്ട് ഞാൻ നേരെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലോട്ട് എന്റെ ജോബ് ഷിഫ്റ്റ് ചെയ്യാറുണ്ടായത്. അപ്പൊ ചെറുപ്പം മുതൽ ഞാൻ പഠിച്ചതും പിന്നെ എന്റെ കരിയർ ബിൽഡ് ആയതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇപ്പൊ ഞാനിവിടെ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഇത്രയും കാലം 6 years ഉണ്ടായിട്ടുള്ള കരിയർ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത് ഒരു പുതിയ കരിയർ ആയിട്ട് ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യം, ഇറ്റ്സ് ഓക്കെ ടു സ്റ്റാർട്ട് ഫ്രം ദി സ്ക്രാച്ച്. അത് ഓക്കെയാണ്. അതിലിപ്പം നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമുക്കൊരു കാര്യം ബിൽഡ് ചെയ്തെടുക്കാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് ബിക്കോസ് ഞാൻ പഠിച്ചത് ഇതാണ് അല്ലെങ്കിൽ ഞാൻ ഇതേ ചെയ്യൂ എന്നുള്ള വാശിയൊന്നും എനിക്കില്ല. ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇപ്പൊ ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഇപ്പൊ ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പാക്കേജ് കിട്ടുന്ന ഒരു ജോലിയായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് എല്ലാവരും, ഞാനിപ്പോ ഫുൾ ടൈം എഴുതുക എന്ന് പറയുമ്പോൾ എല്ലാവരും സർപ്രൈസിംഗ് ആയിട്ട് നോക്കും. ലൈക്ക് ഇത്രയും സാലറിയിൽ പറയുന്ന ആളുകൾ ജോലി കളഞ്ഞിട്ട് എന്തിനാണ് റൈറ്റിംഗിലോട്ട് വന്നതെന്ന് പറയും. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എന്റെ ജോലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഇത്രയും നീഡ് ഉണ്ടായിരുന്നു. ആ നീഡെല്ലാം ഞാൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. എന്റെ വീട് ഞാൻ വെച്ചിട്ടുണ്ട്, നമ്മുടെ വണ്ടി മേടിക്കേണ്ട വണ്ടി വെച്ചിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ലോൺ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അത് ഞാൻ ചെയ്തു. എനിക്ക് കുറച്ച് സമയം വേണം എന്റെ പാഷൻ ഫോളോ ചെയ്യാന്നുള്ള രീതിയിൽ. എന്നിട്ടും എനിക്ക് ഈ ബുക്കിൽ നിന്ന് ഒരു ഏർണിങ്സ് വന്ന ശേഷമാണ് ഞാനത് സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് ഇതിലോട്ട് വന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ലൈഫ് എന്ന് പറയുന്നത്, ഞാൻ റിസ്ക് എടുക്കുന്ന ആളാണ്. റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലും കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പം ലൈഫെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് നിന്നാണെങ്കിൽ എന്നിട്ട് നമ്മൾ ജേർണി ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള വേ ചൂസ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ഒരു ക്രൗഡിനെ ഫോളോ ചെയ്യുന്നതിന് പകരം ഡിഫറെന്റ് ആയിട്ടുള്ള വേ ചൂസ് ചെയ്യുക. നിങ്ങൾ സക്സസ് ആവുന്നു അല്ലെങ്കിൽ തോക്കുന്നു, ഇറ്റ് ഡസന്റ് മാറ്റർ. തോറ്റാലും നിങ്ങൾക്ക് തിരിച്ചു വരാം, വീണ്ടും എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം. തീർച്ചയായും. അപ്പൊ കല്ലും മുള്ളും ചവിട്ടി പോയാൽ അതിൻ്റെതായ ഒരു ഗുണം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം ഈ നിന്ന നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു 100 രൂപ നമുക്കൊരു ചായ കുടിക്കണമെങ്കിൽ 100 രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നമുക്ക് അതിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അത് പിന്നെ പറഞ്ഞു. അപ്പൊ അതിനോട് ചേർത്ത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴത്തെ ഈ ഒരു 2024 നമ്മൾ നിൽക്കുമ്പോഴും ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ, ഇനിയൊരു പെൺകുട്ടിയാണ്, അപ്പൊ നമ്മുടെ പെൺകുട്ടികളുടെ കാര്യത്തിൽ അവരുടെ സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ നിമ്നയുടേതായ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ എഡ്യൂക്കേഷൻ ലോണിന്റെ കാര്യം, അതുപോലെ തന്നെ പഠനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അതുപോലെ ഒരുപാട് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർക്കൊക്കെ സ്വന്തം കാലിൽ നിൽക്കണം, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിന്നിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന ഡിസിഷൻ ഒക്കെ ഉണ്ട്. പലർക്കും അത് ചിലപ്പോൾ പറ്റാറില്ല. ചിലപ്പം വേഗം കല്യാണം കഴിക്കേണ്ടി വരും, പ്രാരാബ്ദത്തിലോട്ട് പോകും. ചിലപ്പം പല ആളുകൾക്കും ജോലി ചെയ്യാൻ പോലും, അല്ലെങ്കിൽ തന്റെ ഇഷ്ടം അവർക്ക് അത് കല്യാണം കഴിഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ മറ്റ് ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പം തന്റെ ഒരു ഭാവി സുരക്ഷിതമാക്കിയിട്ട്, ഭാവി എന്ന് ഞാൻ പറയുന്നത് കല്യാണത്തെ കുറിച്ചല്ല, ഒരു ജോലിയൊക്കെ ഒരു സുരക്ഷിതമാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ജോലിയൊക്കെ നേടിയതിന് ശേഷം മാത്രമേ പെൺകുട്ടികൾ ഒരു മറ്റു രീതിയിലേക്ക് പോകാവൂ എന്നുള്ള അഭിപ്രായം ഉയർന്നു വരുന്നത്. എന്താ ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ആളുകളുടെ ജീവിതം നമ്മളൊക്കെ കാണുന്നതാണ്. അതിൽ നിന്ന് നിമ്നയ്ക്ക് എന്താണ് ഇതുവരെ തോന്നിയിട്ടുള്ളത്? ഇവിടെ പൂർണ്ണമായിട്ടും നമ്മൾ പെൺകുട്ടികൾ എല്ലാം ഉൾക്കൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടുന്നൊക്കെ ഒരു സാഹചര്യമായി, എല്ലാം അതിജീവിക്കാനായോ സത്യത്തിൽ? അത് ആക്ച്വലി ചോയ്സ് ആണെന്ന് ഞാൻ പറയും. നിങ്ങൾ എടുക്കുന്ന ചോയ്സ് ആണെന്ന് ഞാൻ പറയും. ഇപ്പം എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല ലൈക്ക് ഇപ്പം ഒരു പെൺകുട്ടി ഇൻഡിപെൻഡന്റ് ആവാതിരിക്കുന്നത് അവളുടെ മാത്രം മിസ്റ്റേക്കാന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും ഇപ്പൊ എന്റെ നാട്ടിലാണെങ്കിലും എന്റെ ഫാമിലിയിലാണെങ്കിലും അവർക്ക് നല്ലൊരു കംഫർട്ട് സോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തിനെന്നുള്ളൊരു ക്വസ്റ്റ്യനും അവർ കുറെ പേര് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ കഷ്ടപ്പെട്ട് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ പഠിച്ച പലരും PG കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ട് കംഫർട്ട് സോണിൽ ജീവിക്കുന്നുണ്ട്. അപ്പം
അവര് പറയും ലൈക്ക്, അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കാറുണ്ട് ലൈക്ക്, ഇപ്പൊ അവർക്ക് ഒരു ചീർപ്പ് വാങ്ങണ തന്നെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കും ലൈക്ക് ഐ യു ഓക്കെ വിത്ത് ഇറ്റ്, അത് ഓക്കെ ആണോ? എനിക്ക് ഒരിക്കലും സ്വപ്നത്തെ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യം. അപ്പൊ അവര് പറയും എനിക്ക് കംഫർട്ടബിൾ ആണ്, എനിക്ക് ഓക്കെ ആണ്, ഇതെന്റെ ചോയ്സ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ചോയ്സ് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത് നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് ബിക്കോസ് ഞാൻ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് എല്ലാവരും ഇൻഡിപെൻഡന്റ് ആവണം എന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്, അവർക്ക് എന്ത് ലൈഫ് വേണമെന്ന്. ഹൗസ് വൈഫ് ആവുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫാമിലി നോക്കിയിട്ട് ഒരു ഫാമിലി ലീഡ് ചെയ്യുക എന്നുള്ളത് ഒരു പെൺകുട്ടിയുടെ ചോയ്സ് ആണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർ ഇൻഡിപെൻഡന്റ് അല്ല എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കൊന്ന് ഫെമിനിസം എന്നുള്ള ഒരു വേർഡ് ഒക്കെ ആക്ച്വലി അതിന്റെ ഒക്കെ കറക്റ്റ് ഒരു ഫോം അത് തന്നെയാണ്. ജസ്റ്റ് ബിക്കോസ് ലൈക്ക് ഫെമിനിസം പറയുന്നുണ്ട് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവണം, അതേപോലെ തന്നെ അതല്ലാതെ എടുക്കുന്ന ഒരു ചോയ്സ് എടുക്കുന്ന ആളുകളെയും റെസ്പെക്ട് ചെയ്യുക. അവരുടെ ചോയ്സ് അതാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഇതിന് വിപരീതമായിട്ട് വേറൊരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്, അവർക്ക് ആഗ്രഹമുണ്ട് പുറത്തു പോകണം ചെയ്യണം എന്നൊക്കെ, പക്ഷെ അവരെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഞാൻ കാണാറുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് നിങ്ങൾ എന്തോരം സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും. ഇപ്പൊ പല ആളുകളും ആ ഒരു റെസ്ട്രിക്ഷനിൽ പുറത്തു വരാൻ അവർക്ക് പേടിയെന്ന് വെച്ചാൽ അവർക്ക് അവരിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ എനിക്കൊരു കംഫർട്ട് ഉണ്ട്, ഈവൻ ദോ ലൈക്ക് ഞാൻ ഹാപ്പി അല്ലെങ്കിൽ പോലും എനിക്ക് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാനിത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് പുറത്തു കഴിഞ്ഞാൽ ഇൻ കേസ് എനിക്ക് ഫിനാൻഷ്യലി ഏൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താവും, തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെയുള്ള ഡൗട്ടുകളും കാര്യങ്ങളും കൊണ്ട് അവിടെ സ്റ്റെക്ക് ആയി പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ പറയുന്നത്, ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഈ അടുത്ത് പാർവതി തിരുവോത്തിനടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടായി, നിങ്ങൾക്ക് സിനിമ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പൊ അവര് പറഞ്ഞിട്ട് ഞാൻ ടേക്ക് കെയറിൽ പോയിട്ട് വർക്ക് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ജീവിക്കും. ഒരു ജോലി ചെയ്യാൻ കിട്ടുക എന്നുള്ളത് ഈസിയാണ്. ഇപ്പൊ എവിടെ നിങ്ങൾക്ക് ഒരു ചായക്കടയിൽ നിങ്ങൾ ഒരു വർക്കിന് ചെയ്ത് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിങ്ങൾക്ക് പോവാം, തുണി ഷോപ്പിൽ നിങ്ങൾക്ക് സെയിൽസ് ഗേൾ ആയിട്ട് അല്ലെങ്കിൽ ജോലി എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ജോലികളുണ്ട്. പക്ഷെ എന്ത് ജോലിയും ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവാൻ നിങ്ങളിൽ ബിലീവ് ചെയ്യാന്നുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ പെൺകുട്ടികളുടെ കാര്യം മാത്രമല്ല, എനിക്ക് ആൺകുട്ടികളുടെ കാര്യമാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫിനാൻഷ്യലി ആയിട്ട് നിങ്ങൾ സ്റ്റേബിൾ ആവണം. അതിപ്പോ നിങ്ങൾ മാരേജിലോട്ട് പോവാണെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കണം, എന്താണെങ്കിലും എല്ലാവരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളിപ്പോ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പൊ ലക്ഷങ്ങൾ കോടികൾ വേണമെന്നൊന്നുമല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് പുറത്ത് പോയിട്ടൊന്ന് ഒരു ബസ്സിന് കയറിയാൽ കൊടുക്കുന്ന ഓട്ടോ കൂലിക്ക് കൊടുക്കാൻ പൈസ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ കയ്യിൽ ഉണ്ടാവണം എന്നാണ് ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ. അത് ഭയങ്കര നീഡാണ്, അതില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തേയില്ല. അതായത് ഇപ്പം ചുരുക്കി പറഞ്ഞാൽ പല ആളുകളും പറയും നമ്മൾ പൈസ ഇന്ന് വരും നാളെ പോകുന്നൊക്കെ പറയും, പക്ഷെ പൈസ ഇല്ലാത്തവന് മാത്രമാണ് അതിന്റെ ബുദ്ധിമുട്ട് കറക്റ്റ് അറിയുന്നത്. ആ സമയത്ത് ആരും ഉണ്ടാവില്ല. നമ്മളിപ്പോ ഒരു റോഡിൽ നിന്ന് നിൽക്കുകയാണെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചാൽ അയാളോട് ഈ തത്വം പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതും കൂടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു എഴുത്തിലേക്ക് വരും, ഒരു പെൺകുട്ടി ഒരു എഴുത്തിലേക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ ഇങ്ങനെ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. അതായത് ജേർണലിസത്തിലേക്ക് പോകുന്ന സമയത്ത് അത്ര വലിയൊരു സപ്പോർട്ട് വീട്ടിലും കുടുംബത്തിലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് പറഞ്ഞു. അപ്പം ഈ എഴുതുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ പുറത്ത് അതിനുവേണ്ടി ഒന്ന് ഇരിക്കണമല്ലോ, അതിനുവേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പം അതുമായി ബന്ധപ്പെട്ട് വീട്ടിലും അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കൾ അതുപോലെ കുടുംബം ഇവരെയൊക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരൊക്കെ എത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? എന്റെ ഫാമിലിയില് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സില് എന്നെ സപ്പോർട്ട് ചെയ്ത വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ എനിക്കൊരിക്കലും ആ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ നിൽക്കില്ല എന്ന് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു ഏജ് കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്നു ഒരു +2 വരെയാണ് ഞാൻ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഡിഗ്രി പഠിച്ചത് ഞാൻ ലോൺ എടുത്താണ്. അത് കഴിഞ്ഞ് എൻ്റെ ബാക്കിയുള്ള ചെലവ് ഞാൻ ട്യൂഷൻ എടുത്തിട്ടാണ് ഞാൻ ജീവിച്ചത്. അപ്പൊ ഒരു 18 വയസ്സ് വരെയാണ്, നമ്മൾ പറയുന്നില്ല ഒരു പ്രായപൂർത്തിയാവുന്ന ഒരു ഏജ് വരെ ഞാൻ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഞാൻ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ ചോയ്സസിലും എനിക്ക് ആ ഫ്രീഡം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഇത് ചെയ്യുവാണെന്ന് എനിക്ക് ഒരാളോടും പറയേണ്ടതോ അവരെ കൺവിൻസ് ചെയ്യേണ്ടോ ആവശ്യം ഉണ്ടായിട്ടില്ല. അതിപ്പോ വീട്ടിൽ പോലും എനിക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഞാൻ വിചാരിച്ചു നമ്മളൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ആക്ഷൻസിന് നമ്മൾ ലൈക്ക് വിവരിച്ചു കൊടുക്കേണ്ടത് എന്തുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്നുള്ളത്. നമ്മളത് ചെയ്തു കൊടുക്കേണ്ടത് നമ്മളവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ്. ഇഫ് യു ആർ നോട്ട് ഡിപ്പെൻഡിങ് ദം, പിന്നെ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഓണാണ്, നിങ്ങൾ എന്തെടുക്കുന്ന ഡിസിഷനും നിങ്ങളെ മാത്രമേ ബാധിക്കുള്ളൂ. അപ്പൊ ഞാൻ എഴുതാനായിട്ട് പോയ സമയത്ത് എൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടില്ല ലൈക്ക് ഇപ്പം ഫുൾ ടൈം എഴുതുവാണ്. കാരണം ഒരു പോയിന്റിൽ ഞാനിപ്പോൾ അവരുടെ അടുത്ത് ഒരു 500 രൂപ മേടിച്ച് എന്നിട്ട് ഞാൻ വീട്ടിലിരുന്ന് എഴുതുവാണെങ്കിൽ അവർ ചോദിക്കും നീ ഇങ്ങനെ ഇരിക്കുകയാണോ, പണിക്ക് പോകുന്നില്ലേ? അത് ഞാൻ ചോദിക്കത്തോളം കാലം എനിക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് എഴുതുക. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരിക്കലും ഫുൾ ടൈം വീട്ടിലിരുന്ന് എഴുതാന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടില്ല. ഒരു പോയിന്റിൽ ഞാൻ അത് ചെയ്തിട്ടില്ല. ഇപ്പം പാരലൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്.
അത് ചെയ്ത സമയത്താണെങ്കിലും അവരൊക്കെ ഞാനത് ഹാൻഡിൽ ചെയ്യും. ഇപ്പൊ എൻ്റെ അമ്മ, ഞാൻ ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞാൻ പണ്ട് മുംബൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്ത ഒരു സ്ഥലത്ത് പോലും എൻ്റെ പാരൻസ് ഒരിക്കലും വന്നിട്ട് നിന്നിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അന്വേഷിച്ചിട്ടോ ഇല്ല. അവരവിടെ വന്ന് അപ്പൊ എനിക്ക് ഇടയ്ക്ക് ഭയങ്കര വിഷമം വരെയായിരുന്നു. വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫാമിലിയൊക്കെ വരും, ഒരു 1 വീക്കൊക്കെ അവരുടെ കൂടെ സ്റ്റേ ചെയ്തിട്ടൊക്കെ പോകും. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു തവണ കരഞ്ഞിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ആരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല, എൻ്റെ കൂടെ വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി, നീ എവിടെ പോയാലും ജീവിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞൊരു കാര്യം. അത് ബോത്ത് ടൈം ആസ് എ ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് ട്രോമ ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും അത് എൻ്റെ ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നുണ്ട്. ലൈക്ക് എനിക്ക് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. എൻ്റെ മാമയുണ്ട്, എൻ്റെ ഒരു കസിൻ ഉണ്ട്, എൻ്റെ മാരി കഴിച്ച് വന്നിട്ടുള്ള ഒരു ചേച്ചി ഉണ്ട്, അനുവച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും അതിന് അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് ഐ വാസ് ഹാപ്പി. അപ്പം ഈ എന്ത് തന്നെയായാലും നമുക്ക് കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ തീരുമാനങ്ങൾ അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ മാത്രമല്ല ഈ ഡിപ്പെൻഡൻസ്, അപ്പൊ പറഞ്ഞ പോലെ ഈ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ എത്രയും കാലം മുന്നോട്ട് പോകാം. ഓഫ് കോഴ്സ് പ്രത്യേകിച്ച് ഫിനാൻഷ്യലി ഞാൻ പറയും, നിങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പൊ ഞാൻ എപ്പോഴും പറയാം, നിങ്ങള് വെറുതെ ഒരാളെ നിങ്ങൾക്ക് 100 രൂപ തരാന്ന് പറഞ്ഞാൽ മേടിക്കരുത്. കാരണം ഇന്നില്ലെങ്കിൽ നാളെ ഒരു ദിവസം നമ്മൾ ഏതെങ്കിലും രീതിയിൽ അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ ആ ഒരു കാര്യം എന്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും ഞാൻ ഒരാളുടെ അടുത്ത് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അങ്ങനെ എടുക്കാറില്ല. ഞാനത് തീരുമാനിക്കും. ചിലപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമുള്ള ആളുകളെടുത്ത് കംഫർട്ട് ആയിട്ടുള്ള അടുത്ത് ചോദിക്കും, പക്ഷെ ഞാനിത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് ലാസ്റ്റ് ആ ജേർണലിസം പഠിക്കുന്ന സമയത്താണ് ഞാനിത് ചെയ്തോട്ടെ എന്ന് ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരാളെടുത്ത് പെർമിഷൻ ചോദിച്ചത്. ഞാൻ പെർമിഷൻ ചോദിക്കാറില്ല. ബിക്കോസ് എനിക്കറിയാം ഞാനിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എൻഡ് എന്താവും, അല്ലെങ്കിൽ ഈവൻ ഞാനത് ഫെയിൽ ചെയ്താലും അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി എനിക്ക് ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ വേറൊരാളെടുത്ത് ഒരു കാര്യത്തിൽ ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഞാൻ ഡിപ്പെൻഡ് ചെയ്യാറില്ല. ആ ഇൻഡിപെൻഡന്റ് ആള് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ബുക്കിനെ കുറിച്ച് സംസാരിക്കുന്ന രീതിയിൽ എന്നെ മാറ്റിയെടുത്തത് ആ ഒരു കാര്യമാണ്. പുസ്തകത്തിലോട്ട് വന്നാൽ ആളുകൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ബുക്കിനെ കുറിച്ചാണ്. അപ്പം ഈ ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ച് ഈ പുസ്തകത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അതായത് ഒരുപാട് കഥാപാത്രങ്ങൾ. അപ്പം അതിൽ അതിഥി എന്ന് പറയുന്ന കഥാപാത്രം, ദേവു എന്ന് പറയുന്ന കഥാപാത്രം, അതുപോലെ ശരൺ, അതുപോലെ ലത, ഒരുപാട് കഥാപാത്രങ്ങൾ ഇങ്ങനെ വന്നു പോയിട്ടുണ്ട്. ഈ ദേവുമായി ബന്ധപ്പെട്ട് ഒരു വലിയൊരു പ്രണയ നൈരാശ്യം അവൾക്ക് വരുന്നു. അവൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്നു. പക്ഷെ അവൾ അതിനെ അതിജീവിക്കുന്നു, അതിന് അവൾക്ക് സഹായമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈ പ്രണയവും പ്രണയ നൈരാശ്യവും. മനസ്സിനെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നു. ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ട്, പെട്ടെന്നൊക്കെ ആത്മഹത്യ ചെയ്യുന്നു, കുട്ടി ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നു. അതായത് പ്രണയത്തിൽ നിന്നൊന്നും മാറിക്കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നു. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു വളരെ വിശദമായിട്ട് അതിൽ ആ ഒരു വൈകാരികതയൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയ ആള് എന്നുള്ള നിലയ്ക്ക് ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അതായത് നമ്മുടെ ഈ പ്രണയ നൈരാശ്യത്തെ എങ്ങനെ ഫലപ്രദമായി നേരിടാമെന്നാണ് നിന്നയ്ക്ക് തോന്നുന്നത്? പ്രണയം ഒക്കെ ബ്രേക്കപ്പ് ആയി എന്തായാലും വിഷമമുണ്ടാവും. ഓഫ് കോഴ്സ് അത് വിഷമമുണ്ടാവും, ഇനി ജീവിക്കേണ്ടതൊക്കെ തോന്നും, എല്ലാം സ്വാഭാവികമാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം ഒരു തവണ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഒരു ബോയ് ഫ്രണ്ട് ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റില്ല, നീ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും, അല്ലെങ്കിൽ പിന്നെ നീ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എനിക്ക് ഭയങ്കര അയ്യോ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ആളടുത്ത് ഭയങ്കര സഹതാപമൊക്കെ വിഷമമൊക്കെ തോന്നി. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു ഞാൻ അന്ന് എടുത്തത് വളരെ റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. കാരണം 2 ടൈപ്പ് റിലേഷൻഷിപ്പ് ഉണ്ട്. എ റിലേഷൻഷിപ്പും ഉണ്ട്, എച്ച് റിലേഷൻഷിപ്പും ഉണ്ട്. എ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാളില്ലാതെ വേറൊരാൾക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എച്ച് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ 2 പേരും ഇൻഡിപെൻഡന്റ് ആണ്. ആ സമയത്ത് അവരുടെ ഉള്ളൊരു ബോണ്ട് ഉണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിൽക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാം, ഗോ ഫോർ എച്ച് റിലേഷൻഷിപ്പ്. ഓക്കെ, ഈ എ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ പറയട്ടെ, ഒരാളുടെ ലൈഫിന്റെയും കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി വേറൊരാൾക്കല്ല. അതിപ്പോ നിങ്ങളുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഗേൾ ഫ്രണ്ട് ആണ് ബോയ് ഫ്രണ്ട് ആണ് ഇല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ലോകം, അവരുടേതായിട്ടുള്ള ഒരു പാഷൻ എല്ലാം ബിൽഡ് ചെയ്തിരിക്കണം. അവിടെ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം, ഒരു സ്പേസ് മാത്രമാവണം എല്ലാ റിലേഷൻഷിപ്പും. അതിനപ്പുറം ഈ ഉയരെ സിനിമയിൽ പറയുന്ന പോലെ എല്ലാം കൂടി ഒന്നിലൊതുക്കി ഓവറാക്കി ചളമാക്കരുതെന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ആലോചിക്കാം, അന്ന് അവൻ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞപ്പം അതെന്തൊരു കൈൻഡ് പേഴ്സൺ ആണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം ഒരാളില്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റില്ല എന്നാണെങ്കിൽ
നിങ്ങൾ ഇത്രയും കാലം ജീവിച്ച നിങ്ങളുടെ ജീവിതത്തിന്റെ എന്താണ് അർത്ഥമുള്ളത്? മേ ബി ഒരാൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് ഒരു 2 years ഒരു 5 years ബാക്ക് ആയിരിക്കും. അതിനു മുന്നും നിങ്ങൾ ജീവിച്ചിട്ടില്ലേ? അതിനു മുന്നും നിങ്ങൾ രാവിലെ എണീറ്റിട്ടുണ്ട്, ഉണർന്നിട്ടുണ്ട്, സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ സഡൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലോകം മൊത്തം അയാളിലാക്കിയിട്ട് പെട്ടെന്ന് അവരില്ലാതാകുമ്പോൾ നിങ്ങൾ മരിക്കാന്നൊക്കെ പറയുന്നത്, അവിടെ ആക്ച്വലി നിങ്ങളെ വിട്ടുപോകാൻ ഒരാളെടുത്ത ചോയ്സിനേക്കാളും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെയാണ്. ലൈക്ക് എൻ്റെ വാല്യൂ അത്രേ ഉള്ളൂ, എൻ്റെ വേർത്ത് അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരാൾ വന്ന് പോകുന്ന സമയത്ത് ലൈക്ക് അവസാനിപ്പിക്കാനുള്ളതാണോ എൻ്റെ ലൈഫ് എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. ഇപ്പോൾ സൂയിസൈഡ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ ഒരിക്കലും ഒരു കുറ്റം പറയില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള റീസണും കാര്യം ഉണ്ടാവും. പക്ഷെ ഇനിയെങ്കിലും ആളുകൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭൂമിയിൽ ജനിക്കുന്നത് ഒറ്റയ്ക്കാണ്. മരിക്കുന്ന സമയത്ത് ആരും വരില്ല, ഞാനും കൂടെ മരിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഒരാളും വരില്ല. അപ്പോൾ നമ്മുടെ ലൈഫ് ഒരു സോളോ ആയിട്ടുള്ള ഒരു ലൈഫ് ജേർണി തന്നെയാണ് എല്ലാ മനുഷ്യനും ഉള്ളത്. നമ്മുടെ ലൈഫിൽ വരുന്നവരും പോകുന്നവർക്കും ഒക്കെ ഒരു ഗസ്റ്റ് റോളാണ്. ഈവൻ പാരന്റ്സിനാണെങ്കിൽ പോലും ആ ഒരു ഗസ്റ്റ് റോൾ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു പേഴ്സണിൽ മാത്രം നിങ്ങളുടെ ലൈഫ് കാണരുത്, അല്ലെങ്കിൽ അയാൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ളൊരു കാര്യം ഉണ്ടാവരുത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിൽ തന്നെ ഹാപ്പി ആൻഡ് കണ്ടന്റ് ആയിരിക്കണം, എങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇപ്പം ഒരു ഇൻസ്റ്റയിൽ ഒരു പയ്യൻ എഴുതിയിട്ടുള്ള ഒരു കോട്ടാണ്, നഷ്ടമാകുമ്പോൾ പ്രണയത്തിന് മാത്രമല്ല സൗഹൃദത്തിനും പൊള്ളുന്ന വേദനയാണെന്ന്. അപ്പൊ ഈ സൗഹൃദം നഷ്ടപ്പെട്ടിട്ടും ഇതേപോലെ വളരെ ട്രോമയിലൊക്കെ ജീവിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ അടുത്തൊക്കെ പറയാനുള്ളത്, നമ്മളുടെ ഉള്ളിൽ ഹാപ്പിയാണ്, നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരില്ല. നമുക്ക് ഒരിക്കലും ഒരാൾ പോകുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വിഷമം ഉണ്ടാവില്ല എന്നല്ല, വിഷമം ഉണ്ടാവുന്നതും എംപ്റ്റി ആവുന്നതും രണ്ടാണ്. അവർ എംപ്റ്റിനെസ് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഈ സൂയിസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ആവുന്നതിന് മുന്നേ ഫസ്റ്റ് നിങ്ങൾ എന്താന്നുള്ള ഒരു ജേർണി ഫുൾഫിൽ ചെയ്യും. ഇപ്പൊ ഞാൻ ഈ അടുത്തൊരു പ്രോഗ്രാമിന് പോയി, ഒരു സ്കൂൾ പ്രോഗ്രാമാണ്. അപ്പൊ അവിടെ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് പ്രേമിക്കാവോ ചേച്ചി എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പ്രേമിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രണയത്തിന് വിരോധവും. പക്ഷെ അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, പ്രണയിക്കുന്നത് പ്രശ്നമില്ല, പക്ഷെ പ്രണയിക്കുന്ന സമയത്ത് ഞാൻ എന്താണെന്ന് ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ വേറൊരാളെ മനസ്സിലാക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. ആ ഒരു മെച്യൂരിറ്റി നമുക്ക് വരണമെങ്കിൽ കുറച്ചൊരു ഏജ് എടുക്കും. എനിക്ക് തോന്നുന്നു ആ ഒരു മെച്യൂരിറ്റി നമുക്ക് വരണമെങ്കിൽ അപ്പൊ അത് ഓരോരുത്തർക്കും ഓരോ ഏജ് ആയിരിക്കും. പക്ഷെ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ ഒരു മെച്യൂരിറ്റി ഉണ്ടാവുന്നു. അപ്പോൾ പ്രണയിക്കുന്നത് ഓക്കെയാണ്, പക്ഷെ പ്രണയം ജീവിതമായിട്ടൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മൾ എന്താന്നുള്ള ഒരു പൂർണ്ണബോധം, നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് സന്തോഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തായിരിക്കും, സങ്കടം ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തായിരിക്കും, നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഞാൻ ഇവിടെ ഇരിക്കാം, എനിക്ക് വിഷമം വരുമ്പോൾ നിങ്ങൾ എന്നെ ടേക്ക് കെയർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യം. അപ്പൊ ഞാൻ പറയുന്നത് പ്രണയിക്കുന്നതിൽ ഒരു പ്രശ്നവും, നിങ്ങൾക്ക് പ്രണയിക്കാം, ആരെ വേണമെങ്കിലും പ്രണയിക്കാം. പക്ഷെ പ്രണയിക്കുന്നതിന് മുന്നേ അവനവനെ കുറിച്ച് യഥാർത്ഥ ബോധം ഉണ്ടാവുന്ന ഒരാൾക്ക് മാത്രമേ പ്രണയത്തിലാണെങ്കിലും എന്താണെങ്കിലും സന്തോഷം കണ്ടെത്താൻ പറ്റുള്ളൂ. ഈവൻ ആ ഒരാൾ മൂവ് ഓൺ ആയാലും ആളുടെ ഡിസിഷനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാനെന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു അതാണ് ആ ബേസ് പ്രശ്നം എന്നുള്ള കാര്യം. സ്വയം എന്താണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമാണ്. തീർച്ചയായും. അപ്പൊ അതിനോട് ചേർന്ന് തന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റാക്കിംഗ് പ്രശ്നങ്ങളും വരുന്നുണ്ട്. അതായത് ഉപദ്രവിക്കുക. നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറകോട്ട് മാറുകയാണെങ്കിൽ അത് ഒരു റിലേഷനിൽ നിന്ന് പുറകോട്ട് മാറാനുള്ള അവകാശവും ഒരു മനുഷ്യനുണ്ട്. പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവരെ ഇല്ലാതാക്കി കളയുക എന്നുള്ളതാണ്. അപ്പം അതിന് സൈക്കോളജിക്കലി ഒരുപാട് പരിഹാരങ്ങൾ തേടേണ്ടതുണ്ട്. ഇപ്പൊ സമൂഹത്തിന്റെ ബോധത്തെ നമ്മൾ ആ ബോധവൽക്കരണം ശക്തമായി നടക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും ഈ പെൺകുട്ടികൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുമ്പോഴായിരിക്കും, വളരെ ഞാൻ പറയുക വൈകാരികമായ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അത് അവർക്ക് തന്നെ ഒരു സ്വയം ബോധ്യം വേണ്ടത്. നമ്മൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ ഒരു ബോധം അല്ലെങ്കിൽ ഒരു ബോധ്യം ഉണ്ടാവേണ്ടതല്ലേ? അങ്ങനെ ഈ ഒരു അപകടം തടയാൻ വേണ്ടിയിട്ട് അത് നല്ലതല്ലേ? എന്താണ് അഭിപ്രായം? ഞാൻ മനസ്സിലാക്കിയത്, നമുക്കൊരാളും എങ്ങനെയുള്ള ഒരു പേഴ്സണാന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, നമ്മളെടുത്ത ഒരു മെഷീനോ യന്ത്രമോ ഇല്ല ഒരാൾ എങ്ങനെ ബിഹേവ് ചെയ്യും, ആളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നു. ഒരു റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെ കാണുന്നു, നമ്മൾ അവരെ അടുത്തറിയുന്നു. നമ്മൾ ഒരാളെ ഫസ്റ്റ് കാണുന്ന സമയത്ത് ആ ഒരു ഹണിമൂൺ പീരീഡിൽ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫേസ് മാത്രമേ അയാളെ കാണിക്കുള്ളൂ. ഞാൻ എന്താണോ അതിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. അങ്ങനെ കാണിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ മനസ്സിലാവും ഇയാൾക്ക് ഇങ്ങനത്തെ ഉള്ള കുറെ ലൈക്ക് നെഗറ്റീവ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സമയമെടുക്കും. അപ്പൊ പലരും ചോദിക്കുന്ന ഒരു കാര്യം, നീ എന്തുകൊണ്ട് അവനെ പ്രണയിച്ചു, ഇത്രയ്ക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരാളെ നീ എങ്ങനെ ചൂസ് ചെയ്തു എന്ന്. നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുന്നിൽ അവർ കാണിച്ചൊരു വേർഷൻ അതാവണം എന്നില്ല. അതറിയാതെ നമ്മൾ എങ്ങനെയാണ് ഞാനിപ്പോ ഒരു മനുഷ്യനും വലിയൊരു സൈക്കോളജി ഒന്നും പഠിച്ചിട്ടല്ല ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത്.
ഞാൻ ഇതാണ് എന്ന് ഞാൻ പറയാത്തിടത്തോളം കാലം ചേട്ടൻ അറിയില്ല. ഞാനിപ്പോ സംസാരിക്കുന്ന എന്റെ ഒരു ഫേസ് ചേട്ടൻ അറിയുള്ളൂ. എന്റെ എന്തൊക്കെ ഡ്രോബാക്സ് ഉണ്ട്, എന്റെ നെഗറ്റീവ്സ് എന്താവും ഞാൻ അനുവദിക്കാത്തിടത്തോളം കാലം ചേട്ടൻ അത് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം പുറത്തു വരുന്നത് റിലേഷൻഷിപ്പിന്റെ ഒരു ഹാഫ് വേയിലാണ്. ആ സമയത്തായിരിക്കും ഇവർ തിരിച്ചറിയോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള. അപ്പോഴേക്കും ഒരു ഇമോഷണൽ കണക്ഷൻ, കുറെ തരത്തിലുള്ള കമ്മിറ്റ്മെന്റ്സ് എല്ലാം ഒരാളുടെ ഉള്ളിൽ അവരുടെ റിലേഷൻഷിപ്പിൽ ബിൽഡ് ആയിട്ടുണ്ടാവും. ആ കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളും ഇമോഷണലി ഭയങ്കരമായിട്ട് ഇവർ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു ദിവസത്തിൽ ഒരു 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു 10 മണിക്കൂറിലേറെ ഈ ഒരു പേഴ്സൺ ആയിട്ടായിരിക്കും ഇവർ കമ്മ്യൂണിറ്റി. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് നിർത്തി പോരാന്നുള്ളത് ഈസി ആവണം എന്നില്ല. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഈസി ആവുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം, അത് മാറ്റർ അല്ല. ഇപ്പൊ നിങ്ങളൊരു പോയിന്റ് എത്തിയിട്ടാണ്, എത്രയോ ദൂരം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇയാൾ നിങ്ങൾക്ക് റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് അല്ല എന്ന് പറഞ്ഞ് ഇറങ്ങി വരാം. അപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറയും നീ എന്നെ ചതിച്ചു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ ഞാൻ ആലോചിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ആദ്യം അവരടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ഇത് ഫസ്റ്റ് പ്ലേസ് അവർ നിങ്ങൾ ചൂസ് പോലും ചെയ്യില്ലായിരുന്നു, അല്ലെ? അപ്പൊ അതിനാണ് അവിടെ പ്രശ്നം. അപ്പൊ ഇത് ഒരാളുടെയും തെറ്റല്ല, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ലോകത്തിലെ എല്ലാ പ്രണയങ്ങളും വർക്ക് ആവുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെ ഓപ്പൺ ആവുക, ഞാൻ ഇതാണ് എന്നുള്ളത് ഓപ്പൺ ആയിട്ട് കാണിക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും ഭയങ്കര ഒരു ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള ഫേസ് ഒന്നും കാണിക്കാതെ റിയൽ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ സോൾവ് ആവും. പക്ഷെ മറ്റൊരാൾക്ക് വിഷമാവും എന്ന് കരുതിയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ പോയി നിൽക്കുവാണെങ്കിൽ നമ്മൾ അവിടെ വിഷമിപ്പിക്കുന്നത് നമ്മുടെ ഒരു പേഴ്സണെ തന്നെയല്ലേ. അപ്പോൾ ആരെ ചൂസ് ചെയ്യുന്ന ചോദിച്ചാൽ ഓഫ്കോഴ്സ് ഐ ചൂസ് മൈസെൽഫ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. അത് ഒരാളുടെയും തെറ്റല്ല. ലൈക്ക് ഇങ്ങനെ ഒരാൾ ചൂസ് ചെയ്യുന്നത് നമുക്ക് അറിയില്ലല്ലോ ആൾ ഇങ്ങനെ